ഒന്ന് രണ്ട് കൊല്ലം കൂടി കഴിയട്ടെ. ഇപ്പൊ ഒരു നിക്കാഹ് കൂട്ടിയ കൂടൂല. 2 കൊല്ലം അത് കണ്ണടച്ച് ഉറക്കും മുമ്പേ കഴിയും. പിന്നെയും കാര്യങ്ങൾ ബാക്കിയല്ലേ. കടമ തീർക്കാണ്ടിരിക്കാൻ പറ്റുമോ? പെൺകുട്ടികളെ കെട്ടിക്കേണ്ട പ്രായം 18 തന്നെയാ. നീട്ടിയിട്ടും കുറുക്കിയിട്ടും കാര്യമില്ല. ലോൺ എടുത്ത് ഇങ്ങനൊരു വീട് വെക്കേണ്ടിയിരുന്നില്ല. അടവൊക്കെ മുടങ്ങിയിരിക്കുക. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? 1-2 പവൻ മതിയോ? കിലോ കണക്കിനല്ലേ ചോദിക്കുന്നത്. നാട്ടു നടപ്പനുസരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ബാപ്പ ഗൾഫുകാരനായി പോയില്ലേ. അന്നേ ഞാൻ പറഞ്ഞതാ നോക്കിയും കണ്ടും ചെലവാക്കണമെന്ന്. ഇന്നിപ്പോ ആഹാരത്തിന് തന്നെ മുട്ടുന്ന സ്ഥിതിയിലാ കാര്യങ്ങള്. അപ്പോഴാ കല്യാണം. 4 പെങ്ങന്മാരിൽ 3 കെട്ടിച്ചയച്ചു. പെങ്ങന്മാരെനിക്ക് മക്കളെ പോലെയാ. ആ ഇതും പടച്ചോൻ നടത്തി തരും. നമ്മുടെ മോൾക്ക് കിട്ടുന്ന ഭാഗ്യം ഇത്. എന്നിട്ടായാലും ഞാനത് നടത്തും. ഇങ്ങക്ക് ഫോൺ. ഉസ്താദാ. ഹലോ. നാസർബായി, ഈ ഉസ്താദ് ഒരു കാര്യം ഏട്ടടാ. ഇന്ന് 3 മണിക്ക് ചെക്കനും കൂട്ടരും ചെമീനാനെ കാണാൻ വരും. ഏത്? അല്ല, ഇത്ര പെട്ടെന്ന്? നാസർബായി, ചെക്കനും കൂട്ടരും വലിയ പാർട്ടികളാ, തറവാടികള്. തേടി ഭരണ ഭാഗ്യം കണ്ടില്ലാന്ന് വെക്കാൻ പറ്റുമോ? എന്നാ ശരി ഉസ്താദെ, 3 മണിക്ക് കാണാം. എന്തേ പറഞ്ഞത്? ഷെമീന മോളെ കാണാൻ ചെറുക്കൻ കൂട്ടര് 3 മണിക്ക് തന്നെ എത്തും. അവർക്ക് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ ഉണ്ടാക്കണം. ഉപ്പ, ഞങ്ങള് പോവാ. വരട്ടെ ഉപ്പ. ഉപ്പ, ഞാൻ പോവാ. ഉമ്മ. ആ മോളൊന്ന് പോണ്ട. ഒരു കൂട്ടർ വരുന്നുണ്ട് എന്നെ കാണാനായിട്ട്. വേണ്ട ഉപ്പ, എനിക്ക് പഠിക്കണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആവാലോ, വരണോര് കണ്ടിട്ട് പോട്ടെ. ഉമ്മ. ഷെമീന, നീ ഇന്ന് പോണ്ട. ഞാൻ പോരെ ചെന്ന് ഉപ്പാനോടും ഉമ്മാനോടൊന്നും പറയട്ടെ. ഉച്ചയ്ക്ക് 1 മണിക്കുമ്പോ എത്താം. തീരുമാനം എടുക്കാൻ കാരണവന്മാരെ നല്ലത്. അല്ല, കുപ്പായം മാറ്റണില്ലേ? ജനിച്ചു വളർന്ന കുടിയിലേക്കല്ലേ. ഉപ്പാനും ഉമ്മാനെ കാണാൻ ഇത് ധാരാളം. ഉപ്പതോടെ പോവാ? റേഷൻ കടയിലോട്ട് പോവാ. നീ എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ മോനെ ഈ വേഷത്തില്? സ്വന്തം തറവാട്ടിലേക്ക് വരാൻ എന്തിനാ ഉപ്പ വണ്ടിയും പത്രാസും ഒക്കെ? എന്താ വിശേഷിച്ച്? നമ്മുടെ ഷമീന മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഉസ്താദ് കൊണ്ടുവന്ന് തന്നതാ. അത് നല്ല കാര്യല്ലേ. എന്നാലും കുട്ടി പഠിക്കുകയല്ലേ നാസറേ? പഠിപ്പ് തുടരുന്നതില് അവർക്ക് എതിർപ്പില്ല. പിന്നെ എന്നായാലും ഇതൊക്കെ നടത്തേണ്ടതല്ലേ ഉപ്പ? അതും നേരാ. പ്രത്യേകിച്ച് ഇക്കാലത്ത് എല്ലാം നേരത്തെ നടത്തുന്നതാ നല്ലത്. ആരാ പാർട്ടി? ഉപ്പ അറിയും, മാണിക്കോത്തെ മമ്മുഹാജിന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വലിയ തറവാടികളല്ലേ? അതെ, മമ്മുഹാജിന്റെ മോനാ. സാബർ ഗൾഫിലാ. ഇത് നടക്കുന്നത് അഭിമാനാ മോനെ. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉപ്പയും കൂടി വരണം. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അത് വേണ്ട, കാര്യങ്ങൾ നീ തന്നെ തീരുമാനിച്ചാ മതി. അവിടെ പ്രമാണിമാരൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ തന്നെ നടക്കട്ടെ. എന്നാ ഡേറ്റ് ഞാൻ അറിയിക്കാം. ഉപ്പാന്റെ പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാ, എന്റെ കുട്ടിയെ രക്ഷിക്കണേ. ആ ജസീല, അവരിങ്ങ് എത്തിട്ടോ. എല്ലാരും വരി. അയ്യരെ, നമ്മള് പറഞ്ഞ ബംഗ്ലാവ് കേട്ടാ. എങ്ങനെയുണ്ട്? വാലൈക്കും അസ്സലാം. കയറി വരൂ. ഹലോ, ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അകത്തേക്ക് ഇരിക്കാം. ആ വന്നട്ടെ, ഇങ്ങോട്ടിരിക്കാം. ഇരിക്കേ. വരുന്ന വഴിക്ക് ബ്ലോക്ക്. അത് ശരി. വലിയ ഗൾഫുകാരെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് വീടാ? കാലിത്തൊഴുത്ത് പോലെ. ഇത് ശരിയാവില്ല. അതെ,